ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധാരണ പോലത്തെ ഒരു ദിവസമേ അല്ല കേട്ടോ. തമ്പനയിൽ കണ്ട പോലെ തന്നെ പാതിരാത്രിയിലെ ക്ലീനിങ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ കുറച്ച് ഉള്ളിപ്പൂവ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ അത് ചെറുതായിട്ട് അരിഞ്ഞ് സവാളയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങായും ചിരണ്ടി ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് തോരൻ വെക്കുക കേട്ടോ ചെയ്ത്. തേങ്ങ ചതച്ചും ഒന്നും എടുത്തില്ല, അല്ലാതെ എല്ലാം കൂടെ ഇങ്ങനെ ഇട്ടിട്ട് തോരൻ വെക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ രാവിലത്തെ അടിച്ചു വാരൽ, തറ തുടയ്ക്കൽ, തുണി ഒക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വിരിച്ചിടാനും ഒന്നും എനിക്ക് നേരം കിട്ടിയില്ല. പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ബത്തേരിയിലേക്ക് പോകേണ്ട വന്നു കേട്ടോ. പിന്നെ രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് 3:45 വീട്ടിൽ വന്നത്. പഞ്ചായത്തിലും ബാങ്കിലും ഒക്കെ പോകാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി വന്നപ്പം രാവിലെ വീട്ടിലെ പണികൾ മൊത്തം തീരാതെയാണല്ലോ പോയത്. ഓർക്കാപ്പുറത്തുള്ള പോക്കായതുകൊണ്ടേ രാവിലെ ഞാൻ വിചാരിച്ചായിരുന്നു വൈകുന്നേരം കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കണമെന്നേ. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് കുറേ സമയവും പോയി, പിള്ളേർ വരാനുമായി. അതുകൊണ്ട് ഇന്നിനിപ്പോൾ ചക്കയപ്പം ഉണ്ടാക്കണ്ട, എന്നാൽ വേറെ ചോറോ വല്ലതും പിള്ളേർക്ക് കൊടുക്കാം എന്നൊക്കെ ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ ഞാൻ രാവിലെ പിള്ളേരോട് ചക്കയപ്പം വൈകുന്നേരം ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ചേട്ടയും കൂടി പെട്ടെന്ന് ചക്കയപ്പം ഉണ്ടാക്കുക. ചക്കപ്പഴം കുറേ മാസങ്ങളായിട്ട് ഫ്രീസറിൽ ഇരിക്കുന്നതാണ്. ഇതിപ്പോൾ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറാനൊന്നും നേരമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടും പിന്നെ പൈപ്പിൻ്റെ ചുവട്ടിൽ ഐസ് കട്ടയായിട്ടിരിക്കുന്ന ചക്കപ്പഴം ഇങ്ങനെ പിടിച്ചിട്ടുമൊക്കെ അങ്ങനെ തണുപ്പൊക്കെ മാറ്റി പെട്ടെന്ന് ഇങ്ങനെ എടുത്തു. അതിൻ്റെ ഗുണമൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നൊന്നുമില്ല. വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് പെട്ടെന്ന് അങ്ങ് വാരി എടുക്കുക ചെയ്തേ. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട്, അതിനകത്തോട്ടോ ഈ വീഡിയോ ഒക്കെ ഉള്ളത്. ഫോളോ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഫോളോ ചെയ്യണേ. അതിനകത്ത് കയറ്റിയിട്ട് അതിന് മണ്ടയ്ക്ക് ഈ മാവ് എടുത്തിട്ട് മണ്ടയ്ക്കോട്ടാക്കാം. എന്നിട്ട് അവിടെ ഉരുളിയിരിക്കും. മധുരമുണ്ടോ എന്തോ. ഇനി വെള്ളം ഒഴിച്ചാൽ ഭയങ്കര ലൂസായിരിക്കും. ഇച്ചിരി ലൈറ്റ് മധുരമാവാൻ അസാധ്യത മതിയാവും അല്ലേ. താഴെ നല്ല ഇലയൊന്നുമില്ല, എല്ലാം ചെറുതുമാണ്. പിന്നെ ചേട്ടായുടെ ഇല എടുത്ത് തരാൻ പറയുമ്പോൾ ചേട്ടായി ഒരു മരം തന്നെ പൊട്ടിച്ചിട്ട് ഇലയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കി. അക്കു പിന്നെ ചോറൊന്നും കഴിക്കത്തില്ല. കുഞ്ഞിപ്പെണ്ണിന് എന്നെ പോലെയാണ്, പലഹാരം കഴിച്ചാലും വയറ് നിറഞ്ഞ പോലെ തോന്നത്തില്ല. അവൾക്ക് ഇച്ചിരി ചോറ് എന്തായാലും വേണം. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇച്ചിരി ചോറ് കഴിച്ചാലേ വയറ് നിറഞ്ഞ പോലെ തോന്നത്തുള്ളൂ. അവൾ ഒരപ്പം തിന്നേച്ച് ശകലം ചോറും കൂടെ കഴിച്ചു. മൊത്തം നിരന്ന് കിടക്കുമായിരുന്നേ. ഒരറ്റത്തൂന്ന് അങ്ങ് പണികളൊക്കെ തുടങ്ങി. ആദ്യം ഇത്രയൊന്നും ചെയ്യണം എന്നൊന്നും വിചാരിച്ച് തുടങ്ങിയതൊന്നുമല്ല. ചെയ്തൊക്കെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോന്നോരോന്ന് ചെയ്യാനുള്ള ആവേശമായി, പിന്നെ സ്പീഡായി. പിന്നെ വേഗം വേഗം പണികളെല്ലാം ചെയ്ത് തീർത്തു. പാതിരാത്രി ആണെങ്കിലും വേണ്ടില്ല, അടിച്ചു വാരി തറയൊക്കെ തുടച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ കുളിക്കാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി കുളിക്കുകയും ഒക്കെ വേണം. രാത്രിക്കത്തേക്ക് ചോറ് കുറച്ച് കുറവുണ്ട്. ഇനിയിപ്പോൾ ചോറായിട്ട് വെക്കുന്നില്ല, കഞ്ഞിയായിട്ട് വെക്കണം. കറികൾ രാവിലത്തെ ഇരിക്കുന്നതൊക്കെ ഒപ്പിച്ച് കൂട്ടാമെന്ന് വിചാരിച്ചു. വേറെ കറികളൊന്നും വെക്കുന്നില്ല. ഈ പണികളുടെ എല്ലാം ഇടയ്ക്കൂടെ കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കുന്നുണ്ട്. അവൾക്ക് ഇന്ന് മുതൽ എക്സാം തുടങ്ങിയേ, അതുകൊണ്ട് അവളെ പഠിപ്പിക്കാനും ഉണ്ട് കുറേ. അതും ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെയ്യുന്നുണ്ട്. തുടച്ച് അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്ക് അക്കു മോപ്പൊക്കെ മേടിച്ച് തുടയ്ക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് 2 മിനിറ്റ് ഞാൻ ഇരുന്നു. വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ പണികളല്ലേ. വെള്ളം ചൂടായോ അമ്മ? അത് വിറക് കയറ്റി വെച്ച് കൊടുത്തോ? ഈ തുണി അങ്ങോട്ട് അകത്തേക്ക് കൊണ്ട് വെക്ക്. കുറച്ച് തുണികൾ മടക്കാനുണ്ട്. നാളെ ഏതമ്മ കുഞ്ഞുണിക്ക് പരീക്ഷ? ഇംഗ്ലീഷ്. അമ്മ, ഞാൻ നിങ്ങളോടില്ലേ ഭക്ഷണം കിട്ടിയപ്പോഴല്ലേ ഉച്ചക്ക് എല്ലാവരും തിന്നാകുമ്പോ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളോടിൽ നിന്നു. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞോ? ആ, എന്നിട്ട് ഞങ്ങൾക്ക് കുറെ എഴുതാനുണ്ടായിരുന്നു. ഏറ്റവും ഫസ്റ്റ് ഇരുന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് എഴുതേണ്ടതില്ല. വെള്ളം ചൂടായി. അമ്മ എന്തായാലും പറയാൻ. നിനക്ക് ഇന്ന് റിവിഷൻ ഉണ്ടായിരുന്നോ? നാളെ പരീക്ഷയ്ക്ക് ടീച്ചർ പഠിപ്പിച്ചു. ഇന്ന് ഇംഗ്ലീഷ് ആയിരുന്നു പഠിപ്പിച്ചത്, മലയാളമായിരുന്നു പഠിപ്പിച്ചത്? കൂടുതൽ ഇംഗ്ലീഷോ? നാളെ ഇംഗ്ലീഷിന്റെ പരീക്ഷ അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് ആണോ കൂടുതൽ പഠിപ്പിച്ചേ? എന്നിട്ടോ സംശയം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വർക്ക് ബുക്ക് അവിടെ വെച്ചോ സ്കൂളില്? വർക്ക് ബുക്ക് തന്നു വിട്ടു?
അമ്മ ഹോംവർക്ക് ചെയ്യാനുണ്ട് വർക്ക് ബുക്കിൽ. വർക്ക് ബുക്കിലുണ്ടോ? നാളെ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ഹോംവർക്ക് ചെയ്യേണ്ട വരില്ല. പിക്ചേഴ്സ് ഇങ്ങനെ ഒട്ടിക്കാൻ വരും. നാളെ എത്ര മണിക്കാ പരീക്ഷ? 12:30 വരെയാ. ആണോ? സാധാരണ പോകുന്ന പോലെ പോയിട്ട്. ഇപ്പോൾ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് വർക്ക് ഏരിയയിൽ തന്നെ തുണികളൊക്കെ വിരിച്ചിടുന്നേ. തുണികൾ ഇടുന്നതിന് മുമ്പ് ഞാൻ വർക്ക് ഏരിയ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇടും കേട്ടോ. അങ്ങനെ വർക്ക് ഏരിയ ഒക്കെ അടിച്ചു വാരിയൊക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നനഞ്ഞൊരു കുടയുണ്ടായിരുന്നു, അതും അവിടെ നൂർത്ത് വെച്ചു. ഇനിയിപ്പോൾ തുണികൾ വിരിച്ചിടണം. ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, കുറച്ച് തുണികൾ മടക്കി വെച്ചു. ഇനിയിപ്പോൾ കുറച്ചുകൂടെ തുണികൾ മടക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ചിടുകയും വേണം. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞാൽ അന്നേരം തന്നെ തുണി വിരിച്ചിടണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല. ഇനിയിപ്പോൾ അടുക്കള പാത്രമൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ അവിടെ വെച്ചാൽ ഞാൻ തുണി വിരിക്കാൻ വേണ്ടി വന്നത്. ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ചെയ്യേണ്ട പണികളൊക്കെ രാത്രിയായപ്പോഴാണ് ചെയ്തത്. എന്നാലും വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടന്നപ്പോൾ തന്നെ സമാധാനമായി. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം ഭയങ്കര പണിയാവുകയും ചെയ്യും. പിന്നെ നമുക്കൊരു രാവിലെ എഴുന്നേറ്റ് വരുന്നതെല്ലാം കാണുമ്പോൾ എന്തോ പോലെയല്ലേ, പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും. എല്ലാം വൃത്തിയാക്കാനൊക്കെ ആയിട്ട് കുറേയേറെ പണികളുണ്ടായിരുന്നു. എന്നാലും എല്ലാം കഴിഞ്ഞപ്പം എല്ലാം കാണാൻ നല്ല രസമൊക്കെ ആയി. ഇപ്പോൾ എനിക്ക് ഉറക്കവും വരുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. ഇനിയിപ്പോൾ കുഞ്ഞുപെണ്ണിനെ ശകലം കൂടെ പഠിപ്പിക്കാനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും വേണം. അക്കുവിന് സ്കൂളിൽ പോകണം, അവൾക്ക് ചോറും ഒക്കെ കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് അവളാണ് ഇവിടെ ആദ്യം പോകുന്നത്. അപ്പോൾ അവൾക്ക് നേരത്തെ എഴുന്നേറ്റ് എല്ലാം ആക്കി കൊടുക്കണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആയതുകൊണ്ട് രാത്രിയിൽ ഞാൻ പണികളൊക്കെ വേഗം തീർത്ത് കുറച്ച് നേരത്തെ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും നടക്കുകയില്ല. ഇന്നിപ്പോൾ കിടന്നപ്പോൾ 11:30 ആയിരുന്നേ. വൈകുന്നേരം എല്ലാവരും കുളിച്ചു മാറ്റിയതും കൂടെ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായിട്ട് അവിടെ അങ്ങനെ കിടക്കണ്ട, ബാക്കിയെല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടേക്കുമല്ലേ. അതുകൊണ്ട് ഇനിയിപ്പം അഴുക്ക് തുണിയും കൂടെ അങ്ങനെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് ഇട്ടതാണ്. സാധാരണ രാത്രിയിൽ അങ്ങനെ അലക്കാറൊന്നുമില്ല. എന്ന് പറഞ്ഞില്ലല്ലോ, NK എന്ന് പറയണം. സ്പെല്ലിംഗ് വിട്ടുപോയത്. നാളെ ഉച്ചയ്ക്ക് ശേഷം എന്താണ് ഉള്ളത്? കെമിസ്ട്രിയുടെ നോട്ട് നോട്ട് കൊണ്ടുപോകണമെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഉച്ച വരെ എന്നതാ ഇന്നിപ്പോ NSSന്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞോ? ഇന്ന് DFE-ക്കാർക്ക് മാത്രമായിരുന്നു എൻറോൾമെന്റ്. DFE-ക്കാരില്ലേ, അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നു എൻറോൾമെന്റിന്റെ പ്രോസസ്സ്. അപ്പൊ നിങ്ങൾക്കോ? ഞങ്ങൾക്ക് അവിടെ LTP-മാർക്കില്ലേ, നിങ്ങൾക്ക് ഇനി എപ്പോഴാ? ഞങ്ങൾക്ക് ഇനി എപ്പോഴാന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പാത്രം കൂടെ അങ്ങ് കഴുകി വെക്കട്ടെ. ഞാൻ പാത്രം കഴുകുന്നതിന് മുമ്പ് ആദ്യം ആ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെറുതെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ആ ബ്രഷ് ഇട്ടിട്ട് കഴുകുന്നത്. അല്ലെങ്കിൽ ആ ബ്രഷിൽ ഭക്ഷണം കഴിച്ചതിൻ്റെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ പറ്റുമ്പോഴേ പെട്ടെന്ന് അഴുക്കാവും, ഒരു അഴുക്ക് മണമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷം സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. ഒരാൾ സ്പെല്ലിംഗ് പഠിക്കുന്നുണ്ടോ? മോവ് പഠിക്കുന്നുണ്ടോ? താങ്ക് യു പഠിച്ചു കഴിഞ്ഞില്ലേ? പഠിച്ചോ? ഞാൻ വന്നിട്ട് ചോദിക്കുമ്പോഴും അറിയണം. അന്നേരം ഞാൻ ഒന്നുകൂടെ പഠിക്കട്ടെ എന്ന് പറയരുത്.
ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.